ചരിത്രത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള സാമ്രാജ്യങ്ങളിലൊന്നിന്റെ കഥയാണിത്. അബ്ബാസി ഭരണകൂടം. നമുക്കതിന്റെ കഥയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു വിപ്ലവത്തിലൂടെ തുടങ്ങി ലോകത്തിനൊരു സുവർണ കാലഘട്ടം തന്നെ സമ്മാനിച്ച് ഏതാണ്ട് 500 വർഷത്തോളം നീണ്ടുനിന്ന ഒരു സാമ്രാജ്യം. എങ്ങനെയായിരിക്കും അതിന്റെ ഒരു തുടക്കം? നമുക്ക് നോക്കാം. ഈ കഥയുടെ തുടക്കം ഒരു രക്തരൂക്ഷിതമായ വിപ്ലവത്തിലൂടെയാണ്. അന്ന് നിലവിലുണ്ടായിരുന്ന ഉമാവി ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇവർ വരുന്നത്. അപ്പോ ആരായിരുന്നു ഈ അബ്ബാസികൾ, അല്ലേ? എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും വലിയൊരു ജനപിന്തുണ കിട്ടിയത്? അതിന്റെ ഒരു രഹസ്യം എന്താന്ന് വെച്ചാൽ അതവരുടെ വംശപരമ്പരയിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പ്രവാചകന്റെ സ്വന്തം അമ്മാവന്റെ പിൻഗാമികളാണ് ഞങ്ങൾ, അതുകൊണ്ട് ഭരിക്കാനുള്ള യഥാർത്ഥ അവകാശം ഞങ്ങൾക്കാണ്. ഇതായിരുന്നു അവരുടെ പ്രധാനവാദം. ഈ വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ചത് അബുൽ അബ്ബാസ് അസ്സഫാഹ് ആയിരുന്നു. അദ്ദേഹമാണ് അബ്ബാസി സാമ്രാജ്യത്തിന് തറക്കല്ലിട്ട ആദ്യത്തെ ഖലീഫ. ഇവിടെ ഏറ്റവും രസകരമായൊരു കാര്യമുണ്ട്. അസ്സഫാഹ് എന്ന അദ്ദേഹത്തിന്റെ പേര്. രക്തം ചിന്തുന്നവൻ എന്നായിരുന്നു അതിനർത്ഥം. പക്ഷെ ഇതൊരു മോശം പേരല്ലായിരുന്നു കേട്ടോ. മറിച്ച് ഉമവികളെ ഒന്നടങ്കം ഇല്ലാതാക്കിയതിലൂടെ ശത്രുക്കൾക്ക് നൽകിയ ഒരു ശക്തമായ മുന്നറിയിപ്പായിരുന്നു അത്. ഒന്നാലോചിച്ചു നോക്കൂ, വെറും 1 വർഷം കൊണ്ട് അവർ അധികാരം പിടിച്ചെടുക്കുകയാണ്. AD 749-ൽ കൂഫയിൽ വെച്ച് അസ്സഫാഹിനെ ഖലീഫയായി പ്രഖ്യാപിക്കുന്നു. തൊട്ടടുത്ത വർഷം ഉമവികളുടെ തലസ്ഥാനമായ ഡമാസ്കസ് പിടിച്ചെടുക്കുന്നു. അതോടുകൂടി ഇസ്ലാമിക ലോകത്തൊരു പുതിയ യുഗം തന്നെ തുടങ്ങുകയായിരുന്നു. അധികാരം കയ്യിൽ കിട്ടിയതോടെ ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ശ്രമം അബ്ബാസികൾ തുടങ്ങി. രണ്ടാമത്തെ ഖലീഫയായ അൽ മൻസൂറിന് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ലോകത്തിന്റെ തന്നെ കേന്ദ്രമാകുന്ന ഒരു പുതിയ തലസ്ഥാനം. അങ്ങനെയാണ് ടൈഗ്രിസ് നദിക്കരയിൽ ബഗ്ദാദ് എന്ന ആ അത്ഭുത നഗരം പിറക്കുന്നത്. ഭരണത്തിനും കച്ചവടത്തിനും വേണ്ടി വൃത്താകൃതിയിൽ ഡിസൈൻ ചെയ്ത ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയായിരുന്നു അത്. ബഗ്ദാദിനെ വിളിച്ചിരുന്നത് മദീനത്തുസ്സലാം എന്നായിരുന്നു, അതായത് ശാന്തിയുടെ നഗരം. വളരെ പെട്ടെന്ന് തന്നെ അത് ലോകത്തിലെ ഏറ്റവും വലുതും സമ്പന്നവുമായ നഗരങ്ങളിലൊന്നായി മാറി. സംസ്കാരത്തിന്റെയും അറിവിന്റെയും ഒരു ഹബ്ബായി മാറി. ഈ സുവർണ കാലഘട്ടത്തിന്റെ ഏറ്റവും തിളക്കമുള്ള സമയം വരുന്നത് ഖലീഫ ഹാറൂൻ അൽ റഷീദിന്റെ കാലത്താണ്. അദ്ദേഹത്തിന്റെ 23 വർഷത്തെ ഭരണമാണ് അബ്ബാസി കാലഘട്ടത്തിലെ യഥാർത്ഥ ഗോൾഡൻ ഏജായി കണക്കാക്കപ്പെടുന്നത്. 1001 രാവുകളിലെ കഥകളൊക്കെ അദ്ദേഹത്തിന്റെ കാലത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോ എന്തായിരുന്നു ഈ ഭരണത്തിന്റെ ഒരു പ്രത്യേകത? അത് വെറും യുദ്ധം ജയിക്കൽ മാത്രമായിരുന്നില്ല, അറിവിനായിരുന്നു പ്രാധാന്യം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അറിവുകൾ ശേഖരിക്കാനും വിവർത്തനം ചെയ്യാനും വേണ്ടി ബൈത്തുൽ ഹിക്മ അഥവാ ഹൗസ് ഓഫ് വിസ്ഡം പോലൊരു ഭീമൻ സ്ഥാപനം തന്നെ അവർ തുടങ്ങി. ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വൈജ്ഞാനിക മുന്നേറ്റമായിരുന്നു. അപ്പോ ഇത്രയും വലിയൊരു സാമ്രാജ്യം എങ്ങനെയാണ് അവർ ഭരിച്ചത്? അതിനൊരു വ്യക്തമായ ഘടനയുണ്ടായിരുന്നു. ഖലീഫയാണ് ഏറ്റവും മുകളിൽ. അദ്ദേഹത്തെ സഹായിക്കാൻ ഭരണകാര്യങ്ങൾ നോക്കാൻ വസീർ, സൈന്യത്തിന് ഒരു അമീർ, പിന്നെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒരു ഖാസി. എല്ലാം നല്ല ചിട്ടയായിട്ടാണ് മുന്നോട്ടു പോയത്. പക്ഷെ എല്ലാ വലിയ സാമ്രാജ്യങ്ങൾക്കും സംഭവിക്കുന്നതുപോലെ അബ്ബാസി ഖിലാഫത്തും പതിയെ പതിയെ പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി. അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ഭീഷണികൾ അതിന്റെ തകർച്ചയ്ക്ക് കാരണമായി. കാലം പോകുന്തോറും ഖലീഫയുടെ ആ പഴയ ശക്തിയൊക്കെ കുറഞ്ഞുവന്നു. തുടക്കത്തിൽ ശക്തമായിരുന്ന ആ സാമ്രാജ്യം പിന്നീട് പല കഷ്ണങ്ങളായി ദുർബലമായി മാറി. അപ്പോ എങ്ങനെയാണ് ഇത്രയും ശക്തമായൊരു സാമ്രാജ്യം തകർന്നത്? കാരണങ്ങൾ പലതായിരുന്നു. അധികാരത്തിനു വേണ്ടിയുള്ള ഉൾപ്പോരുകൾ, പല പ്രവിശ്യകളും സ്വന്തം നിലക്ക് ഭരണം തുടങ്ങിയത്, പിന്നീട് വന്ന ഭരണാധികാരികൾക്ക് ആഡംബരത്തിലായിരുന്നു കൂടുതൽ താൽപ്പര്യം, ഒടുവിൽ സൈന്യം പോലും ദുർബലമായി. ഇതെല്ലാം കൂടിയായപ്പോൾ സാമ്രാജ്യം പതിയെ തകരാൻ തുടങ്ങി. ഈ വർഷം ആരും പ്രതീക്ഷിക്കാത്ത വിനാശകാരിയായൊരു ശക്തി ബഗ്ദാദിന്റെ വാതിലിൽ എസിമുട്ടി. ഹുലാക്കു ഖാന്റെ നേതൃത്വത്തിൽ വന്ന മംഗോൾ സൈന്യം നഗരം കൊള്ളയടിച്ചു. ആ ശാന്തിയുടെ നഗരം അവർ ചുട്ടെരിച്ചു. അവിടത്തെ ലോകപ്രശസ്തമായ ലൈബ്രറികൾ നശിപ്പിച്ചു. അതോടെ ബഗ്ദാദിലെ അബ്ബാസി ഭരണത്തിന് അതിക്രൂരമായൊരന്ത്യം സംഭവിച്ചു. ആ സാമ്രാജ്യം വീണുപോയെന്നത് ശരിയാണ്, പക്ഷേ അതിന്റെ സംഭാവനകൾ പിന്നെയും നൂറ്റാണ്ടുകളോളം ചരിത്രത്തെ രൂപപ്പെടുത്തിക്കൊണ്ടേയിരുന്നു.
അപ്പോ ഇവിടെ നിന്നാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അബ്ബാസി സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൈതൃകം എന്ന് പറയുന്നത് അവര് പിടിച്ചടക്കിയ സ്ഥലങ്ങളല്ല, ഒരിക്കലുമല്ല. മറിച്ച് അവരെ സംരക്ഷിച്ചു വെച്ച ആ അറിവാണ്. ഗണിതത്തിലും മെഡിസിനിലും ആസ്ട്രോണോമിയിലുമൊക്കെ അവർ നടത്തിയ മുന്നേറ്റങ്ങൾ. ആ അറിവുകളൊന്നുമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം വന്ന യൂറോപ്യൻ നവോത്ഥാനം പോലും ഇത്രയധികം തിളക്കമുള്ളതാകുമായിരുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളിന്ന് ഉപയോഗിക്കുന്ന അക്കങ്ങൾ മുതൽ ശാസ്ത്രത്തിന്റെ പല അടിസ്ഥാന തത്വങ്ങൾ വരെ ആ 500 വർഷം നീണ്ടുനിന്ന സാമ്രാജ്യത്തിന്റെ സ്വാധീനം ഇന്നും നമ്മുടെയെല്ലാം ജീവിതത്തിലുണ്ട്. ആ സുവർണ കാലഘട്ടത്തിന്റെ മറ്റെന്തെല്ലാം പ്രതിധ്വനികൾ നമുക്ക് ചുറ്റും കാണാൻ കഴിയും?